നമസ്കാരം. ഇൻഫോടൈൻമെന്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല കാരണങ്ങളാൽ സജീവമായി നിൽക്കുന്ന ഭാഷ ഇല്ലാതാവാറുണ്ട്. അതിന് ലാംഗ്വേജ് ഡെത്ത് അഥവാ ഭാഷാ മരണം എന്നാണ് പറയാറുള്ളത്. ഇതിന് സമാനമായി ലിംഗ്വിസൈഡ്, ഭാഷാ ഹത്യ അല്ലെങ്കിൽ ഭാഷകളുടെ ആത്മഹത്യ എന്നൊക്കെ പറയാവുന്ന ഒരു പ്രയോഗം കൂടിയുണ്ട്. വളരെ സ്വാഭാവികമായ കാരണങ്ങളാൽ, സാമൂഹികമായതോ രാഷ്ട്രീയമായതോ ആവാം, അങ്ങനെയുള്ള കാരണങ്ങളാൽ ഒരു ഭാഷ മരണപ്പെടുകയാണ്. ഏറ്റവും അവസാനത്തെ ഭാഷകരെയും ആ ഭാഷയ്ക്ക് നഷ്ടപ്പെടുന്നു. സജീവ ഭാഷകളുടെ കണക്കെടുക്കുന്ന എത്നോലോഗിന്റെ 2018 കണക്ക് പ്രകാരം ലോകത്ത് 7358 ഭാഷകളാണ് നിലനിൽക്കുന്നത്. ഇത് 2015 മെയ് മാസത്തിൽ 7102 ഭാഷകളായി മാറി. 2016 ഫെബ്രുവരിയിലാവട്ടെ 7097 ഭാഷകളായി മാറി. ഒരു ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷകർ മരിച്ചു പോകുമ്പോഴോ അവർ മറ്റൊരു ഭാഷ സംസാരിക്കാൻ ആരംഭിക്കുമ്പോഴോ ഒക്കെയാണ് ഭാഷാ മരണം സംഭവിക്കുന്നത്. ആരും സംസാരിക്കാനില്ലാതെ വരുമ്പോൾ അത് ഡെഡ് ലാംഗ്വേജ് ആയി മാറുന്നു. ഒരാൾക്ക് പോലും ആ ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ എക്സ്റ്റിങ്ക്റ്റ്, അതായത് വംശനാശം സംഭവിച്ച ഭാഷ എന്നാണ് പറയുക. ഉദാഹരണത്തിന് നമ്മുടെ സംസ്കൃതം ഒരു ഡെഡ് ലാംഗ്വേജ് ആണ്. സംസ്കൃതത്തിന് നേറ്റീവ് സ്പീക്കർ ഇല്ല എന്നേ ഉള്ളൂ, അതായത് ആരും മാതൃഭാഷയായി ഉപയോഗിക്കുന്നില്ല. പക്ഷേ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഒട്ടേറെ കൃതികൾ വീണ്ടും വീണ്ടും വായിക്കപ്പെടുകയും ആ ഭാഷ കൂടുതൽ ആളുകൾ അക്കാദമികമായി പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻഫോർമൽ ആയിട്ടുള്ള പല സാഹചര്യങ്ങളിലും ആ ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. മാതൃഭാഷയായി ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ വംശനാശം സംഭവിച്ച ഭാഷയല്ല, പകരം ഡെഡ് ലാംഗ്വേജ് ആണ്. പണ്ടും ഇപ്പോഴും പുതിയ ഭാഷകൾ രൂപപ്പെടുകയും ചിലതെല്ലാം നശിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി അതിന്റെ വേഗത കുറച്ചു കൂടി എന്ന് മാത്രം. ഭാഷാ ഹത്യ അഥവാ ലിംഗ്വിസൈഡ് അഥവാ ലാംഗ്വേജ് കില്ലിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്രക്രിയ വളരെ സാധാരണമായി, വളരെ കൂടുതലായി ഇന്ന് നടക്കുന്നുവെന്നാണ് ഭാഷാശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. ലോകത്തിന്റെ പലയിടങ്ങളിൽ ജൈവ വൈവിധ്യം നഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഭാഷാ വൈവിധ്യവും നഷ്ടപ്പെടുന്നുണ്ടത്രേ. മനുഷ്യരുടെ ജോലിയോടും വിദ്യാഭ്യാസത്തോടും അടുത്ത് നിൽക്കുന്ന, ദൈനംദിനതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിജീവനത്തിന്റെ ഭാഷ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നത് വളരെ സ്വാഭാവികവുമാണല്ലോ. പുതിയ സാധ്യതകൾ തേടുന്ന മനുഷ്യർ ഭാഷയെ ഇങ്ങനെ സമീപിക്കുന്നതിൽ തെറ്റ് പറയാനുമാവില്ല. ഇപ്പോൾ ലോകത്ത് സംസാരിക്കുന്ന 7000ഓളം ഭാഷകളിൽ 90% 2100 ആവുമ്പോഴേക്കും വംശനാശം സംഭവിച്ചേക്കാം എന്നാണ് പറയപ്പെടുന്നത്. ജോലിക്കും വിദ്യാഭ്യാസത്തിനും പ്രയോജനപ്പെടുത്താവുന്ന ഭാഷകൾ മാത്രമായിരിക്കും ഇനിയുള്ള ആളുകൾ ഒരുപക്ഷെ മാതൃഭാഷയ്ക്ക് പകരം ഉപയോഗിക്കുക. ഭാഷാനാശത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പൊട്ടൻഷ്യൽ എൻഡേഞ്ചർമെന്റ് അഥവാ വംശനാശത്തിനുള്ള സാധ്യതയാണ് അതിലെ ഒന്നാമത്തെ ഘട്ടം. ശക്തമായ ബാഹ്യ പ്രേരണകൾ ഉണ്ടെങ്കിലും ഒരു വിഭാഗം ആളുകൾ ആ ഭാഷ അപ്പോഴും പ്രാക്ടീസ് ചെയ്യുകയും അവരുടെ കുട്ടികളെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടാവാം. എൻഡേഞ്ചർമെന്റ് എന്നതാണ് അടുത്ത ഘട്ടം. ഈ ഘട്ടത്തിൽ പുതിയ തലമുറകൾക്ക് ആ ഭാഷ അറിയുകയുണ്ടാവില്ല. പഴയ തലമുറകൾക്ക് മാത്രമേ ആ ഭാഷ അറിയുന്നുണ്ടാവൂ. ആ തലമുറ ഇല്ലാതാവുന്നതോടെ ആ ഭാഷയും ഇല്ലാതായേക്കാം. സീരിയസ്ലി എൻഡേഞ്ചർമെന്റ് ആണ് അടുത്ത ഘട്ടം. ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ഘട്ടം. പഴയ തലമുറകളുടെ എണ്ണം ഗണ്യമായി കുറയുകയും ഭാഷ അറിയാവുന്ന ആളുകളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്ന അത്രയുമായി ചുരുങ്ങുകയും ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ. എക്സ്റ്റിങ്ക്റ്റ് അഥവാ വംശനാശം സംഭവിച്ചു എന്നതാണ് അടുത്ത ഘട്ടം. സംസാരിക്കാൻ ഒരാൾ പോലും ഇല്ലാതെ ആ ഭാഷ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നു. ആ ഭാഷയോടൊപ്പം ആ സംസ്കാരവും. വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ഭാഷകളെ തിരിച്ചുപിടിക്കാൻ ചില രാജ്യങ്ങൾ പ്രത്യേകം നിയമങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഭാഷാശാസ്ത്ര സമൂഹം അത്തരം ഭാഷകളെ ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട്. കൃത്യമായ ഭാഷാസൂത്രണം ഉണ്ടെങ്കിൽ ചില ഭാഷകളെയെങ്കിലും തിരിച്ചു പിടിക്കാനുമാകും. ഇനി
ആയിരക്കണക്കിന് ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്ന് കരുതി ആ ഭാഷ മരിക്കില്ല എന്ന് തീർപ്പ് കൽപ്പിക്കാനുമാവില്ല. ഇന്തോനേഷ്യയിലെ ചില ഭാഷകൾ ഇതിന് ഉദാഹരണമാണ്. പതിനായിരക്കണക്കിന് ആളുകൾ സംസാരിക്കുന്ന ഭാഷയായിരിക്കും, പക്ഷേ അത് പഴയ തലമുറയിലെ ആളുകൾ മാത്രമാണ്. പുതിയ തലമുറയിലെ ഒരാൾക്ക് പോലും ആ ഭാഷ അറിയാത്ത അവസ്ഥ ഇന്തോനേഷ്യയിൽ പല ഭാഷാ ഗോത്രങ്ങളിലും ഉണ്ട്. പുതിയ തലമുറ ഇന്തോനേഷ്യൻ ഭാഷയാണ് സംസാരിക്കുന്നത്. എന്നാൽ 50 500 ആളുകളാണെങ്കിൽ പോലും പുതിയ തലമുറയും പഴയ തലമുറയും ഒരുപോലെ ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാഷ നശിച്ചു പോവില്ല എന്നും നമുക്ക് നിസ്സംശയം പറയാം. സേഫ്, അൺസേഫ് ഓർ വൾനറബിൾ, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, സീവിയർലി എൻഡേഞ്ചേർഡ്, എക്സ്റ്റിങ്ക്ട് എന്നിങ്ങനെയെല്ലാം യുനെസ്കോ ഭാഷാ മരണത്തിന്റെ വിവിധ ഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സേഫ് കാറ്റഗറിയിൽപ്പെട്ട ഭാഷകളാണ്. സേഫ് കാറ്റഗറിയിൽപ്പെട്ട ഭാഷകൾ നശിക്കാൻ സാധ്യതയില്ല എന്നാണ് അർത്ഥം. അൺസേഫ് അഥവാ വൾനറബിൾ കാറ്റഗറിയിലുള്ള ഭാഷകൾ പഴയ തലമുറയ്ക്ക് ആ ഭാഷ അറിയുമായിരിക്കും, പക്ഷേ പുതിയ തലമുറയിലെ കുട്ടികൾ വീടുകളിൽ മാത്രമായിരിക്കും ആ ഭാഷ ഉപയോഗിക്കുന്നുണ്ടാവുക. പുറത്തിറങ്ങിയാൽ അവർ വേറെ ഏതെങ്കിലും ഭാഷയായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഇനി പുതിയ തലമുറയിലെ കുട്ടികൾ വീടുകളിലും ആ ഭാഷ ഉപയോഗിക്കുന്നില്ല, കുട്ടികൾ ഒട്ടും ആ ഭാഷ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഡെഫിനിറ്റ്ലി എൻഡേഞ്ചേർഡ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുക. മുതിർന്നവരിൽ തന്നെ ചിലർ മാത്രമാണ് ആ ഭാഷ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ സീവിയർലി എൻഡേഞ്ചേർമെന്റ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുക. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണെങ്കിൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ആ ഭാഷ അറിയുന്നുണ്ടാവൂ. അതിൽ തന്നെ മറ്റ് ഭാഷകളും അറിയുന്ന ആളുകളും ഉണ്ടാവാം, അതായത് ബൈലിംഗ്വൽസും ആ കൂട്ടത്തിൽ ഉണ്ടാവാം. പിന്നീടുള്ളത് എക്സ്റ്റിങ്ക്റ്റ് ആണ്, വംശനാശം സംഭവിച്ച ഭാഷ, ഒരാൾ പോലും ഇല്ലാതെ നശിച്ച ഒരു ഭാഷ എന്ന അർത്ഥത്തിൽ. മലയാളം മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അഭിപ്രായപ്പെടുന്ന ഒരു കൂട്ടരും മലയാളം നശിക്കുകയേയില്ല എന്ന് അഭിപ്രായപ്പെടുന്ന മറ്റൊരു കൂട്ടരും കേരളത്തിലുണ്ടല്ലോ. അതിൽ ഏത് കൂട്ടത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത്? മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുമോ ഇല്ലയോ എന്ന ചോദ്യം പോലെയാണ് മലയാള ഭാഷ നശിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം. അഭിപ്രായങ്ങൾ അനവധിയാണ്, സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ രണ്ട് വിഷയങ്ങളിലും ചില മനുഷ്യ ഇടപെടലുകളും മനുഷ്യരുടെ ആസൂത്രണങ്ങളും ആവശ്യമുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. ഭാഷയുടെ കാര്യത്തിലാണെങ്കിൽ ഭാഷാസൂത്രണം മലയാളത്തിനാണെങ്കിലും നടത്തിയേ തീരൂ. മലയാളത്തെ ഒരു വൈജ്ഞാനിക ഭാഷയാക്കാനും അക്കാദമിക ഭാഷയാക്കാനും അത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.